തൽബീന. ഇത് പാലും ബാർലിയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. 4 ടേബിൾ സ്പൂൺ ബാർലിപ്പൊടിയിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കാം. ഫ്ലെയിം ഒന്ന് മിഡത്തിലാക്കിയതിന് ശേഷം 3.5 കപ്പ് പാൽ ചൂടാകാനായിട്ട് വെക്കുക. 4 ടേബിൾ സ്പൂൺ ബാർലിപ്പൊടിക്ക് 4 കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത്. 1/2 കപ്പ് പാൽ നമ്മൾ ബാർലിപ്പൊടി മിക്സാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പാൽ ഇതുപോലെ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബാർലി മിക്സ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഈ ബാർലി പൗഡർ പാലിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏതാണ്ടൊരു പകുതി വേവ് ആകുമ്പോൾ ഏലം ചതച്ച് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇതിൽ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കില്ല. മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബാർലിപ്പൊടി പാലിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറൗണ്ട് ഒരു 15 മിനിറ്റ് എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതാണ്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് നട്ട്സും കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇത് ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറുകി കിട്ടും. ചെറുതായിട്ട് ചൂട് മാറിയതിന് ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സിന്നമൺ പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സും നട്ട്സും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ സ്വാദേറിയ തൽബീന റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.